ബഹാമസിലെ ബിമിനി ദ്വീപിനടുത്തുള്ള വെള്ളത്തിനടിയിലേക്ക് മുങ്ങൽ വിദഗ്ധർ ഇടറി വീണു. വർഷം 1968 സംഭവിക്കുന്നത്. വെള്ളത്തിനടിയിൽ അവർ കണ്ട കാഴ്ച അതിശയിപ്പിക്കുന്നതും ആകാംക്ഷ നിറയ്ക്കുന്നതുമായിരുന്നു. തെളിഞ്ഞ ടാർക്കോയിസ് വെള്ളത്തിൽ അരമൈൽ നീളത്തിൽ പരന്നു കിടക്കുന്ന കല്ലുകളുടെ ഒരു പാത. ഇന്ന് ബിമിനി റോഡ് എന്നറിയപ്പെടുന്ന ഈ നിഗൂഢമായ പാത ആളുകളിലേക്ക് അറിയപ്പെട്ടത് ഇവിടെ നിന്നുമാണ്. ഇതൊരു സ്വാഭാവിക പ്രതിഭാസമായിരുന്നു. പ്രകൃതി രൂപം നൽകിയതാണോ, അതോ കടൽ വിഴുങ്ങിയ നഷ്ടമായ നാഗരികതയുടെ തെളിവാകുമോ? ഇത് കേവലം ഭൂമിശാസ്ത്രപരമായ കൗതുകം മാത്രമായിരുന്നില്ല, ഭൂതകാലത്തിലേക്കുള്ളൊരു കവാടമായിരുന്നു. ബിമിനി വാൾ എന്നും അറിയപ്പെടുന്ന ബിമിനി റോഡ് വെള്ളത്തിനടിയിലുള്ള ശ്രദ്ധേയമായൊരു രൂപീകരണമാണ്. നിഗൂഢമായ ഈ ഘടന ഏകദേശം അരമൈൽ വരെ നീണ്ടു കിടക്കുന്നു. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 20 അടി താഴ്ചയിലാണ് ഇത് കാണപ്പെട്ടിരിക്കുന്നത്. നിരവധി ടൺ ഭാരമുള്ള കല്ലുകൾ താരതമ്യേന ഏകീകൃത പാറ്റേണിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു നടപ്പാതയോ ഒരു മതിലിൻ്റെ ഭാഗമോ പോലെയാണ് അത് കാണുമ്പോൾ നമുക്ക് തോന്നുക. അവിടെയുള്ളതിൽ ഏറ്റവും വലിയ കല്ലുകൾക്ക് 13 അടി നീളവും 10 അടി വീതിയുമാണ് ഉള്ളത്. ഈ കല്ലുകൾ ബഹാമസിൽ തന്നെ സാധാരണയായി കാണാറുള്ള ചുണ്ണാമ്പ് കല്ലുകളാണ്. ഈ കല്ലുകളുടെ ക്രമീകരണവും അതിൻ്റെ കൃത്യതയുമാണ് ആളുകളിൽ സംശയമുണർത്തുന്നത്. ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ തൻ്റെ സംഭാഷണങ്ങൾ അറ്റ്ലാന്റിസിനെ പറ്റി വിവരിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലാന്റിസ് ഒരു വികസിത ദ്വീപ് നാഗരികതയായിരുന്നു. എന്നാൽ അറ്റ്ലാന്റിസ് തിരമാലകൾക്കിടയിൽപ്പെട്ട് അപ്രതീക്ഷമാകപ്പെട്ടു. ബിമിനി റോഡിൻ്റെ കണ്ടെത്തൽ നഷ്ടപ്പെട്ട ഐതിഹാസിക നഗരമായ അറ്റ്ലാന്റിസുമായി ബന്ധപ്പെടുത്താൻ ആളുകൾ തുടങ്ങി. അറ്റ്ലാന്റിസ് ബന്ധത്തിൻ്റെ വക്താക്കൾ തങ്ങളുടെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി നിരവധി തെളിവുകൾ ചൂണ്ടിക്കാട്ടി. ചില ചുണ്ണാമ്പുകല്ലുകൾക്കിടയിൽ പാറക്കല്ലുകൾ പോലെ കാണപ്പെടുന്നതിൻ്റെ സാന്നിധ്യമാണ് ഒരു പ്രധാന തെളിവ്. ഈ ചെറിയ കല്ലുകൾ വലിയ ബ്ലോക്കുകൾ നിരപ്പാക്കാൻ മനഃപൂർവ്വം അവിടെ സ്ഥാപിച്ചതാണ്. ഇത് ബോധപൂർവമായൊരു നിർമ്മാണമാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അറ്റ്ലാന്റിസ് സിദ്ധാന്തം പൊതുഭാവനയെ പിടിച്ചു കുലുക്കിയപ്പോൾ ശാസ്ത്ര സമൂഹത്തിൽ നിന്ന് കാര്യമായ സംശയങ്ങളും ചോദ്യങ്ങളും ഇതിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭൂഗർഭശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും മറ്റ് വിദഗ്ധരും തെളിവുകളുടെ വ്യാഖ്യാനത്തെക്കുറിച്ചും വെള്ളത്തിനടിയിലായ ഒരു നാഗരികതയുടെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള നിർണായക തെളിവുകളുടെ അഭാവത്തെക്കുറിച്ചും ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ബഹാമിയൻ ദ്വീപസമൂഹത്തെ രൂപപ്പെടുത്തിയ ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകളുടെ ഫലമാണ് ബിമിനി റോഡ് എന്നാണ് NFT അഥവാ നാച്ചുറൽ ഫോർമേഷൻ തിയറിയുടെ വക്താക്കൾ വാദിക്കുന്നത്. ഈ പ്രദേശത്തെ ചുണ്ണാമ്പുകല്ലിൻ്റെ വ്യാപനമാണ് അവർ കാരണമായി പറയുന്നത്. മണ്ണൊലിപ്പ്, ടെക്ടോണിക് ആക്ടിവിറ്റി തുടങ്ങിയ പ്രകൃതി ശക്തികൾ ചുണ്ണാമ്പുകല്ലിൻ്റെ അടിത്തട്ടിൽ വിള്ളൽ വീഴ്ത്തുകയും ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകൾ സൃഷ്ടിക്കുകയും ചെയ്തുവെന്നും അവർ പറയുന്നു. ബിമിനി റോഡിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള നിരവധി സംശയങ്ങൾ ചർച്ചയായിക്കൊണ്ടിരുന്നപ്പോൾ ലോകമെമ്പാടുമുള്ള മുങ്ങൽ വിദഗ്ധരെയും ചരിത്രപ്രേമികളെയും ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ബിമിനി റോഡ് മാറി. ഈ നിഗൂഢമായ ഘടന നേരിട്ട് പര്യവേഷണം ചെയ്യാനും കൂറ്റൻ ചുണ്ണാമ്പുകല്ലുകൾക്കിടയിൽ നീന്താനും അവയുടെ നിഗൂഢതകളെക്കുറിച്ച് ചിന്തിക്കാനും അനവധി ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരുന്നു. ബിമിനി റോഡിന് പിന്നിലെ സത്യം അവ്യക്തമായി തുടരുമ്പോൾ പുതിയ തലമുറയിലെ ഗവേഷകരെയും പര്യവേഷകരെയും സ്വപ്നജീവികളെയും ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള പ്രചോദനം നൽകുന്നു. സാങ്കേതികവിദ്യയുടെ പുരോഗതിയും പുതിയ കണ്ടെത്തലുകളും വെളിച്ചത്തേക്ക് വരുമ്പോൾ ഒരു ദിവസം നമുക്ക് ബിമിനി റോഡിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ ബിമിനി റോഡ് നമ്മുടെ ഭാവനകളെ ആകർഷിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. സമുദ്രത്തിൻ്റെ ആഴങ്ങൾ എണ്ണമറ്റ കഥകൾ പറയാൻ കാത്തിരിക്കുന്നുവെന്ന് ബിമിനി റോഡ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ബിമിനി റോഡിൻ്റെ യഥാർത്ഥ ഉത്ഭവം ഒരു നിഗൂഢതയായി തുടരാം. പക്ഷേ മനുഷ്യവിജ്ഞാനത്തിൻ്റെ അതിരുകൾ പര്യവേഷണം ചെയ്യാനും കണ്ടെത്താനും തള്ളാനും അത് എണ്ണമറ്റ ആളുകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ബിമിനി റോഡിൻ്റെ രഹസ്യങ്ങൾ പര്യവേഷണം ചെയ്യുന്നത് തുടരുമ്പോൾ കൂടുതൽ നിഗൂഢതകളും കൂടുതൽ അത്ഭുതങ്ങളും വെളിപ്പെടുത്താൻ കാത്തിരിക്കുന്ന കൂടുതൽ രഹസ്യങ്ങളും നമുക്ക് കണ്ടെത്താനാകും. ബിമിനി റോഡിൻ്റെ രഹസ്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചില്ല എങ്കിലും നാം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്തായാലും ഇവിടെ വരുന്നവരെ ഉറപ്പായും ആകർഷിക്കും. ബിമിനി റോഡിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് പ്രകൃതി രൂപപ്പെടുത്തിയ പ്രതിഭാസമാണോ, അതോ നഷ്ടപ്പെട്ടു പോയ നാഗരികതയുടെ അവശിഷ്ടമോ, അതോ മറ്റെന്തെങ്കിലുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.